ഞാനൊന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയും. ആലോചിക്കാൻ കുറച്ച് സമയം തന്നിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മകളെ അവന് തന്നെ കൊടുത്തേനെ. പക്ഷെ ഞാനൊന്ന് എതിർത്തപ്പോഴേക്കും ഹീസ് എ ബോൺ ക്രിമിനൽ. അല്ലെങ്കിൽ എന്നോടും എൻ്റെ മകളോടും അവനിത് ചെയ്യില്ലായിരുന്നു. $1 കോടി അവൻ എന്നോട് ചോദിച്ചത്. എന്തിനാ? ബ്ലാക്ക് മെയിലിംഗ്. കഴിഞ്ഞ 1 മാസമായിട്ട് അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. സഹിക്കാൻ പറ്റാത്ത ടോർച്ചറിങ് ആണ്. ഈ പെൻഡ്രൈവ് അവൻ എനിക്ക് തന്നതിന് ശേഷം ഇതിലെന്താ? അതിലെന്തോ വീഡിയോ ആണ്. അവൻ്റെയും എൻ്റെ മോളുടെയും. സാറിനത് മോളോട് പറഞ്ഞോടെ? അവള് പിന്നെ അത് മനീഷിനോട് ചോദിച്ചാൽ ആ പെൻഡ്രൈവിലുള്ളത് ലോകം മുഴുവൻ കാണും. അവനതെന്നോട് പറഞ്ഞിട്ടുണ്ട്. സർ ഞങ്ങളിപ്പോ എടി നീ എവിടെത്തി? വേഗം വാ. ഒന്നും വാങ്ങണ്ട, നീ വേഗം നീ എത്തിയാ മതി. ശരി ശരി. എത്തി? എന്താ ചേട്ടന്മാരെ പ്രശ്നം? ചേട്ടന്മാരെ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്തിനാ എന്നെ അടിക്കുന്നതെന്ന് നിങ്ങൾ കാര്യം പറ. ജീന, ഒന്നുമില്ല, നീ വാ. നീ എന്താ പറ്റിയത് പറ. ഞാൻ പറയാം, നീ വണ്ടി കേറ്. വണ്ടി എടുക്കും.
ഇവൻ കാണിച്ച വൃത്തിയാണ് എന്താണെന്നറിയോ? അറിയോ? എനിക്കറിയാം. Please. Please, 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 please. Gina. Gina, നമുക്കിത് വേണം. I'm really not sure about this. ഇപ്പൊ നീ ഇത് ചെയ്യേ. We'll see later. എടി നിന്നേക്കാം. പറ. മാരേജിന്റെ കാര്യം പറഞ്ഞപ്പോ ഡാഡി സമ്മതിച്ചില്ല. ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് നോക്കി. ഡാഡിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. മനീഷിന്റെ ഫാമിലി സ്റ്റാറ്റസ് ഒക്കെ ഡാഡിക്കൊരു പ്രശ്നമായിരുന്നു. ആ സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനും തോന്നിയത്. അങ്ങനെ ചെയ്ത ഡാഡി സമ്മതിക്കുന്ന ഞങ്ങൾ കരുതിയത്. ആ മനുഷ്യന്റെ സങ്കടം എന്താ നിനക്കറിയോ? നീ എന്തിനാണോ ഒരുപാട് ചോദിച്ചത്? ചേട്ടാ ഞങ്ങളത് അങ്ങനെ ഉദ്ദേശിച്ചു. നീ ചോദിച്ചില്ല. നീ പൈസ ചോദിച്ചോ ഇല്ലയോ? അത് എന്റെ സെൽഫിഷ്നെസ് ആയിരുന്നു. ഞങ്ങൾക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം, അത് ആവശ്യമായിരുന്നു. സാർ, പിള്ളേർക്കെല്ലാം കുറ്റബോധമുണ്ട്. മോളോട് ദേഷ്യം തോന്നരുത് സാർ. ഇനി എന്താ നിങ്ങളുടെ പരിപാടി? സാറിന് തരാറടക്കമുള്ള കടങ്ങൾ കുറേ ഉണ്ട്. അത് തീർക്കണം. കുറച്ചാണെങ്കിലും കടം ബാക്കി നിന്നാൽ അത് പെരുകും. ജീവിതത്തിൽ ഇനി ഒരിക്കലും മനസ്സമാധാനം തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ. അതെനിക്ക് തിരിച്ചു തന്നത് നിങ്ങളാ. പണം ഞാൻ തരാം. വേണ്ട, അത് ശരിയാവില്ല സാർ. മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. മോളുടെ കാര്യം ഒരു മകളും ഒരച്ഛനോട് ചെയ്യാൻ പാടില്ലാത്തല്ലേ അവൾ എന്നോട് ചെയ്തു.